ഹലോ. അപ്പം നേരെ ഞാൻ ഉറക്കണിച്ച് റൂമൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയിൽ നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും അടുപ്പിലിരിക്കുന്നുണ്ട്. പിന്നെ അമ്മ അടുക്കള എന്തൊക്കെയോ പണിയിലാണ് കേട്ടോ. കണ്ട, അമ്മ കുക്കിങ്ങിൻ്റെ പണിയിലാണ്. എനിക്ക് അരിയും പറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എനിക്കും പണിയിലോട്ട് കിടക്കണം. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് എന്നെ അമ്മ ശരിയാക്കും. അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ പോകും. നമ്മളെ ഫ്രണ്ടിൽ കുളം ഉണ്ടായിരുന്നു. ആ കുളം എടുത്ത് മാറ്റി. ഓറ വെച്ചിട്ടൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളം എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ബേസിനിട്ട് ഇവിടെ ആക്കി താമരക്കുളം. വേറൊന്നും അല്ല, ഫ്രണ്ടിൽ പിന്നെ വണ്ടി ഇടാൻ സ്ഥലമില്ല ആ കുളം ഉണ്ടെങ്കിൽ. അങ്ങനെ മാറ്റിയതാണ്. പക്ഷെ എനിക്കൊന്ന് ഈ ബേസനിലാക്കിയതിന് ശേഷമാണ് തോന്നി താമര പിടിക്കുന്നില്ലേ അമ്മ? ആ കുളത്തിൽ നിന്നേ കാട്ടി നമ്മുടെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് കണ്ടോ ഗായ്സ്? ബാക്കിയെല്ലാം എൻ്റെ ഡ്രസ്സുകളാണ്. കഴുകി ഞാൻ ഇങ്ങനെ തൂക്കിയേക്കും പടിയില്ല കമ്പിയിൽ. ഇവിടെയൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പറക്കി മാറ്റും കേട്ടോ. അതുകൊണ്ട് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസാണേ. നമുക്ക് ഇനി എന്തൊരു പേരുണ്ട്. ഇത് അമ്മയ്ക്ക് അറിയത്തുള്ള അതിൻ്റെ പേര്. ഇത് നമ്മുടെ ഓർക്കിഡ് അങ്ങനെ അല്ല, എന്താ എനിക്കറിയത്തില്ല എന്തെടുത്ത പേരമ്മ പറയുന്നിട്ട്. നിറച്ച് പൂക്കളായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഇപ്പം ഈ ചെടികളെല്ലാം ഇവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം ഇത് മാറ്റും. കാരണം വേറൊന്നുമല്ല, ഇപ്പം പാമ്പിൻ്റെ ഇപ്പോൾ വേറൊരു ന്യൂസും കൂടെ വന്നല്ലേ, 1.5 വയസ്സുള്ളൊരു കൊച്ചിനെയും കണ്ടേ കടിച്ചെന്നും പറഞ്ഞിട്ട്. അപ്പം ഇനി ഇവിടെ ചെടി വെക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം ഇവിടേക്ക് നനവടിച്ച് വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത്. എന്നാലും പറയാൻ പറ്റത്തില്ല. എൻ്റെ മോൻ വന്ന് തുടയെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട, റിസ്ക് എടുക്കുന്നില്ല. ഭംഗിയേക്കാൾ വലുതാണല്ലോ ജീവൻ. അതുകൊണ്ട് ഈ സംഭവങ്ങൾ, ഈ ചെടികളെല്ലാം എന്നോട് മാറ്റും കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ താമരക്കുളം നിന്നത് ഇവിടെയാണേ. അവിടെയാണ് ഒരേറ്റ് താമരക്കുളം ഉണ്ടായിരുന്നത്. അതാണ് ബേക്കിലോട്ട് മാറ്റിയത്. കാരണം സ്ഥലമില്ലല്ലേ വണ്ടി ഇടാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ സ്കൂട്ടിയും കൂടെ കൊണ്ടുവരാനുണ്ട്. പൂമ്പാറ്റ തേൻകുടി. ഇതാണ് നമ്മളിവിടെ ഉള്ള ചെടികൾ. ഇനിയുണ്ട് ചെടി. ഞാൻ ഫുൾ കാണിച്ച് തരാം. ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയിൽ ഞാൻ ഈ ചെടിയുടെ ഫുൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയുണ്ട് ചെടിയുടെ താഴത്തെ വീട്ടിലും ഒക്കെ ആയിട്ട് കുറേ ചെടികളുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. അകത്തിരിക്കുന്നതൊക്കെ ദാണ്ടേ ഇത് കണ്ട മുട്ട്. ഇവിടെ അമ്മയ്ക്ക് ചെടി പ്രാന്താണ് കേട്ടോ. ദാണ്ടേ അകത്തും എല്ലായിടത്തും ഓരോ ചെടികളിങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ, കൊള്ളാം. ഞങ്ങളുടെ പാരൻസ് ആ ചേച്ചിമാർ കൊണ്ടുതന്ന ഗിഫ്റ്റുകളാണ് ഈ കൃഷ്ണനും. ഇതിനൊരു കഥയുണ്ട്. ഇത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഗുരുവായൂരപ്പൻ്റെ അവിടെ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഫോട്ടോ ആണ്. ഇതിനൊരു കഥയുണ്ട്. ഈ കഥ ഞാൻ ഈ ഫോട്ടോ കിട്ടിയതിന് ശേഷമാണ് ഈ വീടിൻ്റെ പണി തീരുന്നതും നമ്മളിങ്ങനെ ഇതാവുന്നത്. അതിന് വലിയൊരു കഥയുണ്ട്. എല്ലാവർക്കും ഗുരുവായൂരപ്പനിൽ ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ, അതുപോലെ എനിക്ക് വിശ്വാസം തോന്നിയിട്ടുള്ള ഒരു ഫോട്ടോ ആണത്. അതുകൊണ്ടാണ് ഈ വീട് വെച്ച് ആദ്യം തന്നെ ഈ ഫോട്ടോയാണ് നമ്മളിവിടെ വെക്കുന്നത്. ഈ ഫോട്ടോ തന്നെയാണ് ആദ്യം എനിക്ക് കൈ കിട്ടിയത്. പിന്നെ ഇത് അവൻ ഇനി ഇഡ്ഡലി സാമ്പാർ റെഡിയായില്ല. ഇഡ്ഡലി മീൻകറി കൊണ്ട് കൊടുക്കട്ടെ, എന്നിട്ട് വേണം അവനെ ഒരുക്കി ട്യൂഷന് വിടാൻ. നേരെ ഇരിയടേ, നല്ല കോതി സുന്ദരിയാകട്ടെ. എന്നിട്ട് അങ്ങനെ കാണിക്കില്ലേ. അപ്പം എല്ലാവരും പറയാം അയ്യേ ചള്ളു വെച്ചാണെന്ന്. സുന്ദരിയാവണ്ടേ, നോക്കട്ടെ. ഇങ്ങനെ കാണില്ലേ. ട്യൂഷന് പോവോ? എൻ്റെ വിഷ്ണുണ്ണി ജിമ്മിൽ പോകും. അപ്പോഴത്തേക്ക് പഴം കഴിച്ചിട്ടാണ് ജിമ്മിൽ പോണത്. ജിമ്മിൽ പോണതിന് മുമ്പ് മോനെ അങ്ങ് ട്യൂഷനാക്കും. അങ്ങോട്ട് പഴം കൊടുക്കട്ടെ. സത്യം പറഞ്ഞാൽ ഈ പടി കയറി ഞാൻ ചാവാറായി ദൈവമേ. മണമുണ്ടാ? മണമുണ്ട്. വാ പോവാം. പോ. വിഷ്ണുണ്ണ മസിൽ പിടിച്ചാണ്ടോ? വിഷ്ണുണ്ണ ഇപ്പോൾ വന്നി പോടി തന്നെ പറ. മസിൽ പിടി ഗൈസ്. ഇങ്ങനെ പിടി ഇങ്ങനെ തോർത്താരുടെ തറയിലിട്ടെ. പോട്ടെ പോയി നിന്റെ കവറെട്, സഞ്ചിയും ബാഗും ഒക്കെ ഇട്. അടിക്കാൻ പോയാൽ അമ്മാമ്മയെടുത്ത് പറ പോണെന്ന്. എന്നാ இந்த കവർ പോയി സഞ്ചിയൊക്കെ ആയിട്ട് കയറടേ പോയി.
വരണ്ടേ? വരുന്നു.